Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 20 കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗപ്പെടും. പ്രത്യേകിച്ചും തുടക്കക്കാർക്കൊക്കെ നല്ലപോലെ ഉപയോഗപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. നെയ്ച്ചോറിനോ ബിരിയാണിക്കോ ആയിട്ട് അരി എടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള റൈസ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ മലബാർ ബിരിയാണിയൊക്കെയാണ് വെക്കുന്നത് എങ്കിൽ പോലെയുള്ള ചെറിയ അരി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്മതി റൈസാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ മന്തി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സെല്ല ബസ്മതി റൈസും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടും. നെയ്ച്ചോറോ ബിരിയാണിയോ നമ്മൾ വെക്കുന്ന സമയത്ത് ഓൾഡ് സ്റ്റോക്ക് റൈസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഉടഞ്ഞു പോവാതെ നല്ല രീതിയിലുള്ള ബിരിയാണിയും നെയ്ച്ചോറും നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് മുമ്പേ വാങ്ങി വെച്ചിട്ടുള്ള അരി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നെയ്ച്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി വാട്ടുന്ന സമയത്ത് അധികം വാടിപ്പോവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഉള്ളി വാടിയിട്ട് അതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ചോറിൻ്റെ കളറും മാറുന്നതിന് കാരണമാകും. അപ്പോൾ ഉള്ളി കളറ് മാറുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെയ്ച്ചോറിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ റൈസിൻ്റെ കളറ് മാറി വരുന്നതിന് കാരണമാകും. എല്ലാവരും ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പാക്കറ്റിൽ വാങ്ങിക്കുന്ന അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അരി കഴുകി കഴിഞ്ഞാൽ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് അത് ഊറാനായിട്ട് വെക്കണം. അതിലെ വെള്ളം മുഴുവൻ പോയതിന് ശേഷം വേണം നമ്മൾ നെയ്ച്ചോറിലേക്ക് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. നല്ല നെയ്ച്ചോറ് നമുക്ക് കിട്ടും. നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് നെയ്ച്ചോറിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് എപ്പോഴും വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അത് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അരി തിളയ്ക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഉപ്പ് നോക്കിയാൽ മതി. ആ സമയത്ത് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിലേക്ക് ഇട്ട ഉപ്പ് കറക്റ്റ് ആയിരിക്കും. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാത്രം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടെ തുറന്നു നോക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം വേവാറായ ടൈമായാൽ മാത്രം നമ്മൾ തുറന്നു നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോകുന്നതിന് കാരണമാകും. അപ്പോൾ നമ്മുടെ വേവ് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ തുറന്നു നോക്കുന്നത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് കട്ട പിടിച്ച് പോവാണ്ടിരിക്കാനായിട്ട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്താൽ മതി. ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചോറ് നമുക്ക് വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ ചിക്കനോ ബീഫോ ഒക്കെയാണ് ബിരിയാണി വെക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫിഷ് ബിരിയാണി ആണെന്നുണ്ടെങ്കിലും തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി അതിനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് മുമ്പെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളി വാട്ടിയാൽ മതി. നെയ്യ് കൂടി പോയി കഴിഞ്ഞാലും നമ്മുടെ ബിരിയാണി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് ഉള്ളി വാട്ടിയെടുത്താൽ മതി. ബിരിയാണിക്ക് നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റ് ആയിട്ട് ചേർക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ബിരിയാണിക്ക് ഉണ്ടാക്കിയ മസാലയിൽ കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും ചേർക്കാവുന്നതാണ്. നമ്മൾ എസൻസ് ഒന്നും ഒഴിക്കാതെ ബിരിയാണി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല പോലെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ടേസ്റ്റ് കൂടി കിട്ടും. ഇപ്പം ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ അധികമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും കുറച്ച് ചേർത്തത്. ഇത്രയും മസാലയിലേക്ക് ഞാനിപ്പോൾ ഇട്ടതിൻ്റെ ഇരട്ടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ബിരിയാണിയിലേക്ക് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ മീനോ എന്താണെങ്കിലും അത് പൊരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ
നമ്മൾ സാധാരണ ചോറിനൊക്കെ വേണ്ടിയിട്ട് പൊരിക്കുന്നത് പോലെ നല്ല പോലെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിലും കുറച്ച് കുറവിൽ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബിരിയാണിയിലേക്ക് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ മീൻ പൊരിച്ചെടുത്ത എണ്ണ മുഴുവനായിട്ടും കളയേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറച്ച് എണ്ണയും അതേപോലെ മീനിൻ്റെ പൊട്ടിപ്പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടി കിട്ടും. ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൽ ഒട്ടും വെള്ളമില്ലാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ ചിക്കനും ബീഫും ഒക്കെ ഇട്ടതിന് ശേഷം അതിലെ വെള്ളം മുഴുവനായിട്ടും വറ്റിയതിന് ശേഷം മാത്രം അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഫിഷ് ബിരിയാണി ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇതേപോലെ മീൻ പൊരിച്ച എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ട് അത് ഈ ദം ചെയ്യുന്നതിന് മുകളിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും. ഇങ്ങനെ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിരിയാണി ദം ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് നെയ്യും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും മണവും ഉണ്ടാവുന്നതിന് സഹായിക്കും. ബിരിയാണി ഇതേപോലെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് നിങ്ങൾ ദം ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും ദം ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൂടി കിട്ടും. ബിരിയാണി നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഇതേപോലെ അടി നല്ല കട്ടിയുള്ള പാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് തീ കുറഞ്ഞ അളവിൽ വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം ദം ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ 30 മിനിറ്റോളം വെക്കേണ്ടതാണ്. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ടിപ്സൊക്കെ എല്ലാവർക്കും തന്നെ ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. താങ്ക്